യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കുമെന്ന് റിപ്പോർട്ട്. ജയിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജെറോം പറഞ്ഞു. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16-ന് നടപ്പാക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതായി ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചെന്ന് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. The public prosecutor office has issued a letter to the jail authorities to carry out the execution on 16th July. സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗമെന്നും സാമുവൽ ജെറോം. തലാലിന്റെ കുടുംബത്തിന് ദയാധനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. യമനിലെത്തി തുടർ ചർച്ചകൾ നടത്തുമെന്നും സാമുവൽ ജെറോം പറഞ്ഞു. സംഭവം ഏറെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമെന്നും വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നല്ല രീതിയിൽ ഇടപെട്ടിരുന്നുവെന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നെന്മാർ MLA കെ ബാബു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, കേരളത്തിൽ നിന്നുള്ള മന്ത്രി ശ്രീ മുരളീധരൻ ഉൾപ്പെടെ അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് അവരെ കാണുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ ഇതിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. തലാലിനെ വധിച്ചെന്ന കേസിൽ 2017 ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. 24 ഡൽഹി.